കേരളത്തിൽ വലിയ രീതിയിൽ കൊള്ളക്കം ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു കുറ്റ്യാടി രാസലഹരി നൽകിക്കൊണ്ട് പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസ്. ഇതുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടിയിൽ തന്നെയുള്ള അജ്നാസ് എന്ന് പറയുന്ന ചേക്കു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മിസ്രിയ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ വിവരം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അജ്നാസിന് രാസലഹരി എത്തിച്ചു നൽകിയ സഫീർ എന്ന വ്യക്തിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത് അജ്നാസ് എന്ന് പറയുന്ന കേവലം ഒരു ബ്യൂട്ടീഷ്യനിൽ നിൽക്കുന്ന ഒരു കേസല്ല. ഇതിന്റെ അകത്ത് വലിയ തരത്തിലുള്ള കണ്ണികളുണ്ട്. ആ കണ്ണികളെ പരിപൂർണമായിട്ട് കൊണ്ടുവരണം. അതിന്റെ അകത്ത് പോലീസ് ആദ്യ കാലഘട്ടത്തിൽ വലിയ തരത്തിൽ അലംഭാവം കാണിച്ചു. അതിനെതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ അവിടത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തി നിരന്തരമായിട്ട് സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. അതേപോലെ തന്നെ ഇപ്പം പഠിച്ചുള്ള സഫീർ MDMA നൽകിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണ വിഷയം. ആ വിഷയം മാത്രമല്ല, അതേപോലെയുള്ള ഒരുപാട് മീനുകളുണ്ട്. ഈ പിടിച്ചുള്ള സഫീറും ഈ വിഷയത്തിന്റെ അകത്ത് ചെറിയൊരു പരൽമീനാണ്. ഇതിന്റെ അകത്തേക്ക് വലിയ തരത്തിലുള്ള സ്രാവുകൾ പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളുണ്ട്. കുറ്റ്യാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു മാഫിയയുണ്ട്. ആ മാഫിയ പൂർണ്ണമായിട്ടും ഇതിൽ അജ്നാസ് ചേക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മാഫിയാണ്. ആ മാഫിയ പുറത്തു കൊണ്ടുവരണം. ആ മാഫിയ ഇതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ആ സംശയ ദൂരീകരണം കൂടി പോലീസ് നടത്തണം. ഇതിനെ വേറെ തരത്തിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളുടെ രാഷ്ട്രീയം നിങ്ങൾ പരിശോധിക്കണം. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണ രീതിയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ, രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് ചില ആളുകൾ എത്തിക്കുന്നത് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഇതിന്റെ അകത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.